ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ മൽക്ക രാവിലെ തന്നെ എണീറ്റ് സ്കൂളിലേക്ക് പോവാണ്. റമദാനിലെ ഒരു ഡേ ആണ് കേട്ടോ ഇത്. ലാസ്റ്റ് ഡേ ആണ്. എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറയണം കേട്ടാ. മക്കുക പറയോ? മിസ്സിനോടും കുട്ടികളോടൊക്കെ പറയണം കേട്ടാ. ഓക്കെ ബൈ. അതെ ഗായ്സ്, അപ്പം നമ്മുടെ മക്കുവിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അവൾക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാൻ വിചാരിച്ചു അവൾ ഭയങ്കര സാഡായിരിക്കും എന്നൊക്കെ, പക്ഷെ അവൾ ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇതേ മൽക്കയുടെ സ്കൂളിൽ പോവുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് അവളുടെ ലാസ്റ്റ് ഡേ ആണ്. അവളെ സ്കൂളിൽ അല്ല മാഹി ലാസ്റ്റ് ഡേ ആക്കിയതല്ലേ? ലാസ്റ്റ് ഡേ ആക്കി ഞങ്ങൾ. കാരണം അത് കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട്, വഴിയെ പറയാം. അപ്പം ആക്ച്വലി അവളുടെ ക്ലാസ് കഴിയുക മാർച്ച് 31 അപ്പം നമ്മൾ ഇന്ന് തന്നെ അവളുടെ ലാസ്റ്റ് ഡേ ഒക്കെ ആക്കി അവളെ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായിരിക്കും അവളുടെ അവസ്ഥ എന്നൊന്നും അറിയില്ല. അവൾക്ക് ഏകദേശം അറിയാം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഭയങ്കര സന്തോഷം മൽക്കക്ക്. ഇനി സ്കൂളിൽ പോകണ്ട. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകണമെന്ന് രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ അവൾ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുക. അപ്പോൾ അവൾക്ക് മനസ്സിലായിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അവളെ എടുക്കാനൊക്കെ പോവാം. അപ്പോൾ എന്തായാലും ഇനി മൽക്കനെ എടുത്തിട്ട് കാണാം. ആരും നോക്കരുത് ഗൈസ്, ഇതെൻ്റെ കാലല്ല, ഇത് വേറെ ആരുടെയോ കാലിൻ്റെ കാലിൽ വന്ന് വെച്ചതാണ്. വേറെ ഒന്നുമല്ല ഗൈസ്, എൻ്റെ ചെരുപ്പ് പൊട്ടിയതാണ്. അപ്പം ഞാൻ ഡാഡീൻ്റെ ചെരുപ്പ് വേഗം എടുത്തിട്ടിട്ട് അങ്ങോട്ട് പോയതാണ്. അങ്ങനെ എത്തിയതും നമ്മളെ മൽക്കയുടെ ടീച്ചർക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ കുട്ടികളൊക്കെ അവിടെ ഭയങ്കര കളിയിലായിരുന്നു. നമ്മുടെ മൽക്ക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു നടത്തത്തിലായിരുന്നു. എന്തായാലും മൽക്കക്ക് ഇതൊക്കെ പിന്നീട് കാണുമ്പോൾ ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കും. കാരണം അവളുടെ നഴ്സറിയിലെ ലാസ്റ്റ് ഡേ, അവളുടെ നഴ്സറിയിലെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ മൽക്കക്ക് ടാറ്റയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മക്കൂനാണെങ്കിലോ അവിടെ നിന്ന് എങ്ങനെയും ഒന്ന് പെട്ടെന്ന് പോയാൽ മതി, ഇതൊന്ന് കഴിഞ്ഞ് കിട്ടി എന്നുള്ളൊരു ലെവലിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അവൾ തുടങ്ങി അവളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തം. എന്തായാലും അവൾക്ക് ഭാവിയിൽ ഇതൊക്കെ ഒരു നല്ലൊരു മെമ്മറിയാണ്. അവൾക്ക് എടുത്ത് പിന്നീട് നോക്കുമ്പം അവളുടെ നഴ്സറിയും അവളുടെ ഫ്രണ്ട്സും എല്ലാം അവൾക്ക് കാണാം. അതിനുശേഷം പിന്നെ മൽക്കയുടെ ടീച്ചർ മൽക്കയുടെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തന്നു. അതപ്പം സൈൻ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ മോളുടെ ഫസ്റ്റ് പ്രോഗ്രസ് റിപ്പോർട്ടും കൂടിയാണിത്. അപ്പം അതിൽ അവളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവളുടെ ഡീറ്റെയിൽസും അവളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിനിടയിൽ പിന്നെ മൽക്കയുടെ മിസ്സ് മൽക്കയ്ക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന കാര്യം തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ വിചാരിച്ചു അവിടെ സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കാം. എന്തായാലും മൽക്ക അവിടെ നിന്ന് പോവുമല്ലേ, അത് വിചാരിച്ച് നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ മൽക്കക്ക് ആ ടൈമിൽ ഒടുക്കത്തെ ഡിമാൻഡ്, സ്വീറ്റ്സ് കൊടുക്കാൻ വിളിച്ചിട്ടൊന്നും പോകുന്നില്ലായിരുന്നു. അങ്ങനെ മിസ്സുമാർ തന്നെയായിരുന്നു സ്വീറ്റ്സ് ഒക്കെ കൊടുത്തത്. സ്വീറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ലഡുവാണ് കൊടുത്തത്. നമ്മൾ ചെറിയൊരു സന്തോഷം. നമ്മുടെ മൽക്ക അതിനിടയിൽ അപ്പോഴേക്കും അവൾക്ക് എങ്ങനെയും അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടീച്ചറും മൽക്കയും കുറച്ച് സ്നേഹപ്രകടനത്തിലൊക്കെ ആയിരുന്നു കുറച്ച് ടൈമും അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മൽക്ക എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. എല്ലാവരും അവളോടും യാത്ര പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന തിരക്കിലായി. ഇറങ്ങുമ്പോൾ പിന്നെ അവളുടെ ബാഗും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. മൽക്കക്ക് മിസ് ലാസ്റ്റ് ഡേ ആയപ്പോൾ കൊടുത്ത മിഠായി അല്ലേ മോളെ? ഇതൊക്കെ ആര് തന്നതാ? എന്നാ പറ താങ്ക് യു മിസ്സേ പറ. നിന്റെ മിസ്സിന്റെ പേരെന്താ? പ്രജിഷ മിസ് ആണോ? ഇന്ന് നമ്മുടെ മക്കൂടെ ലാസ്റ്റ് ഡേ ആണ് അവളുടെ പ്ലേ സ്കൂളിലെ നഴ്സറിയിലെ. എന്താ പറയണ്ടതെന്ന് അറിയില്ല. അവൾക്ക് വേഗം അവിടുന്ന് ഓടിയിട്ട് വന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. അവള് അവിടുന്ന് ഓടി വാ പോവാ സ്വീറ്റ്സ് കൊടുക്കാനും ഒന്നിനും അവള് കൂട്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ അവരെന്നെ പറയുന്നുണ്ട് അവൾക്ക് വേഗം പോയാൽ മതിയല്ലോ എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ മക്കുവിന്റെ ബാഗ് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് വലിയൊരു സംഭവം. കാരണം അവൾ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊടുത്തത് ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. ഇതാണ് നമ്മുടെ മൽക്കയുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണിത്. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. അവിഷ് മൽക്ക സൽമാനുൽ ഫാരിസ് മലാഹ നഴ്സറി. ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ആണുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പം അപ്പൊ ഓവറോൾ മൽക്ക ഫസ്റ്റ് ടേമിൽ ഗുഡ് ആണ്, സെക്കൻഡ് ടേമിൽ എക്സലന്റ് ആണ്,
അത് ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്ത മാതിരി അവള് ഓരോ കാര്യങ്ങൾ അവളുടെ ഇവിടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്, ബാഡാണോ ഗുഡാണോ എന്നൊക്കെ ഉള്ളത്. അപ്പം എനിവേ കുഴപ്പമില്ല. ഇനി നമ്മുടെ മൽക്കയുടെ സർട്ടിഫിക്കറ്റ്, നഴ്സറി പഠിച്ചു എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണിത്. എന്ത് തോന്നുന്നു മൽക്കക്ക്? ഹാപ്പി? എ ഗ്രേഡാണ് അവൾക്ക് അവാർഡ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് പിന്നെ ഉള്ളത് ദേ എൻ്റെ മോളുടെ ബുക്സ്, സ്ലേറ്റ്. സ്ലേറ്റിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. സ്ലേറ്റ് ബുക്സ് ഒക്കെയാണ്. ഇതെല്ലാം അവളെ ആക്ടിവിറ്റീസും ഇതൊക്കെ ചെയ്ത ബുക്സാണ്. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് എൻ്റെ മൽക്കയുടെ കാര്യങ്ങളൊക്കെ. വേറെ പിന്നെ ഇത് അവള് പിന്നെ ലുലുവിൽ പോയപ്പം അവിടുന്ന് അവർ കൊടുത്തതാണ്. ടൂറ് പോയിരുന്നു അവള് ലുലുവിൽ. അപ്പോൾ അവർ കൊടുത്ത ഒരു ബുക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കി വായിക്കണം കേട്ടോ മൽക്ക. സ്റ്റോറി ബുക്സ് ആണ്, നമുക്കിത് റീഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ മൽക്ക അങ്ങനെ ഫൈനലി ടൈം കിഡ്സിനോട് ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി ടൈം കിഡ്സിൻ്റെ അക്കാഡമിക് ഇയർ കഴിഞ്ഞിട്ടില്ല, നമ്മൾ പെട്ടെന്ന് പോകുന്നതാണ്. എനിവേ വി ആർ സോ ഹാപ്പി. മൽക്ക എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തു ഏകദേശം. അങ്ങനെ തന്നെ പറയാം, ഞാൻ എടുത്തൊരു ബെസ്റ്റ് ഡിസിഷനായിരുന്നു അവളെ പ്ലേ സ്കൂളിൽ വിടണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെറിറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ ക്യാരക്ടറിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഗുണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ വി ആർ സോ ഹാപ്പി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. എൻ്റെ മൽക്കയുടെ മെഡലാണ്, ടൈം കിഡ്സ് നഴ്സറി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു മെഡലാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ എന്നൊരു ഓർമ്മയ്ക്കുള്ളൊരു സാധനമാണ്. ഇത് രണ്ടും എന്തായാലും ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കുന്നതാണ്, അവളുടെ ഒരു നഴ്സറി മെമ്മറി. ഇതിൻ്റെ പുറമെ വേറെ 2-3 സർട്ടിഫിക്കറ്റ്സും മെഡൽസും കൂടി ഉണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യണം എന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കുണ്ട് മൽക്കയുടെ കുറേ ഡ്രസ്സസ് വന്നിട്ടുണ്ട് മീഷോന്ന്. ഞാൻ ആദ്യമായിട്ടാണ് മൽക്കയ്ക്ക് പുറത്തേക്കുള്ള ഡ്രസ്സസൊക്കെ മീഷോന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ സത്യം പറയാലോ, മൊത്തത്തിൽ അങ്ങ് പാളിപ്പോയി എന്ന് പറയില്ലേ. ഞാൻ 4 ഡ്രസ്സ് ഒരുമിച്ച് അങ്ങ് വലിയ കാര്യത്തിൽ ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് വേറെ, എനിക്ക് വന്നത് വേറെ. മീൻസ് ക്വാളിറ്റീൻ്റെ കാര്യം, കളറിലുള്ള ചെറിയ ഡിഫറൻസൊക്കെയാണ് വന്നിട്ടുള്ളത്. ഡിസൈൻസൊക്കെ സെയിം ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് മീഷോന്ന് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സസൊക്കെ നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൈസിൽ വന്നപ്പോൾ ഞാൻ അങ്ങ് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷേ ആകെ പാളിപ്പോയി. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാനുള്ളത്. ആ ഡ്രസ്സ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ് എന്താ ചെയ്യാന്നുള്ളത്. പക്ഷെ ഒന്നും ചെയ്യാനില്ല, ഞാൻ മൊത്തത്തിൽ അങ്ങ് റിട്ടേൺ ചെയ്തു. പിന്നീട് നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ഏകദേശം ആയി. അപ്പം നമുക്കിന്ന് കട്ട് ഫ്രൂട്ട്സേ ഉള്ളൂ, പൊരിക്കടിയൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ എല്ലാവരും നോമ്പ് തുറക്കാനുള്ള തിരക്കിലൊക്കെ ഇങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ റെഡിയാക്കാൻ തുടങ്ങി. ഓ എന്തേ? എന്നെ മാത്രം നോക്കുന്ന ഒരാളുണ്ട്, ഈ വീഡിയോ കണ്ടിട്ടേ അഭിപ്രായം പറയും. മോനെ മാത്രം നോക്കുന്ന ആള്. അതിന് മോനെ ഞാൻ വല്ലാണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ലല്ലോ എൻ്റെ വീഡിയോയിൽ. അതാരാ? ആരാണ്? ഫാൻ ഗേളാ? ഫാൻ ബോയോ? ലിഫ, നീ ഇതൊക്കെ കേൾക്കുന്നില്ലേ? ഓ, അതിന് നമ്മുടെ വീഡിയോസിൽ ആളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറില്ലല്ലോ. അങ്ങനെ ഫൈനലി ഇതേ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ നോമ്പൊക്കെ തുറന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബായ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.